നിങ്ങളുടെ പ്രേക്ഷകർക്ക് വന്ദനം. കഴിഞ്ഞ ആഴ്ചകളിൽ ഞങ്ങളുടെ സന്ദേശം നിങ്ങൾക്ക് ആശ്വാസമായി അനുഗ്രഹമായി തീർന്നെന്ന് അറിഞ്ഞതിലും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിച്ചതിനും ഞങ്ങളെ അറിയിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി കിട്ടി എന്ന് ഞങ്ങൾ അറിഞ്ഞതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. തുടർന്നും നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങളുടെ സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുകയും അത് നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് യേശുവും ശിഷ്യന്മാരുമായുള്ള ഒരു യാത്രയുടെ വിവരണം വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്നിച്ച് ചിന്തിക്കാം. ഒരു ദിവസം സന്ധ്യയായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ പടകിൽ അക്കരയ്ക്ക് യാത്ര ചെയ്തു. കുറെ ദൂരം തുഴഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ അപ്രതീക്ഷിതമായി കടലിൽ വലിയ ചുഴലിക്കാറ്റുണ്ടായി. ചുഴലിക്കാറ്റത്തിന്റെ ഫലമായി തിരമാലകൾ ഉയർന്നു. ഭയാനകമായ ഒരു അന്തരീക്ഷം അവരുടെ മുമ്പിൽ സംജാതമായി. തിരകൾ പടകിലേക്ക് തള്ളിക്കയറി. ആവുന്നത് അവർ ശ്രമിച്ചിട്ടും അവരുടെ പരിശ്രമങ്ങളെയൊക്കെ വിഫലമാക്കിക്കൊണ്ട് ശക്തമായ തിരമാലകൾ പടകിലേക്ക് അടിച്ചു കയറുവാൻ തുടങ്ങി. ശിഷ്യന്മാരുടെ ജീവിതത്തെ പരിശോധിച്ചാൽ അവർ കടലിൽ വളരെ പരിചയമുള്ളവരാണ്. അവർ ഒരു കാലത്ത് മീൻപിടിക്കാരായിരുന്നു. അവർക്ക് കടലിനെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളവരാണ്. ഇങ്ങനെ കൊടുങ്കാറ്റുണ്ടായാൽ രക്ഷപ്പെടുവാനുള്ള അനേക മാർഗങ്ങൾ അവർക്കറിയാം. അതൊക്കെ അവർ പരീക്ഷിച്ചു നോക്കി. ആവുന്നതെല്ലാം അവർ ശ്രമിച്ചു. ആ സമയം യേശു അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. യേശുവിനെ ഉണർത്താതെ, യേശു പകലത്തെ ശുശ്രൂഷകളാൽ ശാരീരികമായി ക്ഷീണം കാണുമെന്ന ധാരണയിലായിരിക്കാം അവർ യേശുവിനെ വിളിച്ചുണർത്താതെ തന്നെ അവരുടെ സകല കഴിവുകളും ഉപയോഗിച്ച് തണ്ടുവലിച്ച് എങ്ങനെയെങ്കിലും ഈ ചുഴലിക്കാറ്റിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള അശ്രാന്ത പരിശ്രമം അവർ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവരുടെ പ്രയത്നങ്ങളൊക്കെ വിഫലമാകത്തക്കവണ്ണം അവർ നശിച്ചു പോകും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ, മറ്റൊരു മാർഗവും അവർ മുമ്പിൽ കാണാതെ വന്നപ്പോൾ, എല്ലാ പരിശ്രമങ്ങളും അസ്തമിച്ച് തിരമാലകൾ ശക്തിയേറി വരുന്നു. ചുഴലിക്കാറ്റ് വർദ്ധിക്കുന്നു. അങ്ങനെ അവരുടെ ഉള്ളിൽ വലിയൊരു ഭീതി വരുവാനിടയായി തീർന്നു. ആ സമയം അവർ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുന്ന യേശുവിനെ വിളിച്ചു. അവർ പറഞ്ഞതിങ്ങനെയാണ്, നാഥാ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു ഉണർന്നു. പടകിൽ അവൻ എഴുന്നേറ്റു. യേശു പറഞ്ഞു, കാറ്റേ അടങ്ങൂ, കടലേ ശാന്തമാകൂ. കാറ്റടങ്ങി, കടൽ ശാന്തമായി. അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനിടയായി. യേശു എഴുന്നേറ്റുടനെ താൻ ചെയ്ത പ്രവൃത്തിയെ നാം പരിശോധിക്കേണ്ട ആവശ്യമാണ്. വാസ്തവത്തിൽ പടകിൽ ശല്യം ചെയ്തുകൊണ്ടിരുന്നത്, പടകിനെ മുക്കുവാൻ തക്കവണ്ണം പടകിൽ വെള്ളമാണ് ഇരച്ചു കയറിയത്. അതിന് കാരണം തിരമാലയാണ്. തിരമാലയെ ശാസിച്ചാൽ പോരെ? അതല്ല യേശു ചെയ്തത്. തിരമാലയെ ഉയർത്തുവാൻ അതിന്റെ പിന്നിൽ ശക്തമായ ഒരു ചുഴലിക്കാറ്റ്. യേശു ആദ്യമേ ചുഴലിക്കാറ്റിനെ, കാറ്റേ അടങ്ങൂ, സൃഷ്ടാവായ സർവശക്തനായ ദൈവം തന്റെ വാ കൊണ്ട് അരുളി ചെയ്തപ്പോൾ തിരമാല ശാന്തമാകുവാൻ അതിന്റെ പിന്നിലെ പ്രേരക ശക്തിയായ ചുഴലിക്കാറ്റിനെ യേശു അടക്കി. കാറ്റേ അടങ്ങൂ, തുടർന്ന് കടലേ ശാന്തമാകൂ. കാറ്റടങ്ങി, കടൽ ശാന്തമായി. അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. ശിഷ്യന്മാർ പോലെ അത്ഭുതപ്പെടുക, ഇവനാര്? നാം ഗുരുവും കർത്താവും എന്ന് പറയുന്ന ഈ യേശുമാര്
അവന്റെ വാക്കിന്റെ മുമ്പിൽ വലിയ ചുഴലിക്കാറ്റടങ്ങുന്നു. അവന്റെ വാക്കിന്റെ മുമ്പിൽ നമ്മെ മുക്കിക്കളയുവാൻ ശക്തമായി ഉയർന്നു വന്ന തിരമാലകൾ അടങ്ങുന്നു. ശിഷ്യന്മാർ വളരെ ഭയപ്പെട്ട് യേശുവിൽ കൂടുതൽ വിശ്വസിക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യ ശ്രോതാക്കളെ, ഇതൊരു നല്ല പാഠം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഓരോരുത്തരും പരിശ്രമിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ ഓരോ ദിവസം കഴിയും തോറും കടഭാരം വർദ്ധിക്കുന്നു. നല്ല ഉദ്ദേശത്തോട് ഒരു കൂര വെച്ച് സ്വസ്ഥമായി പാർക്കാമെന്ന നിലയിൽ ഒരു ലോൺ എടുത്തതാണ്. അടച്ചിട്ടും തീരുന്നില്ല. ഒടുക്കം കിടപ്പാടം കൂടെ പോകുന്ന. എത്ര പരിശ്രമിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്ത ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിസ്സാരമായ ഒരു എമൗണ്ട് കടമെടുത്തതാണ്. എന്നാൽ പലിശ വർദ്ധിച്ചു, പലിശയുടെ മേൽ പലിശയായി. എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തെ മുക്കിക്കളയുവാൻ തക്കവണ്ണം കടഭാരം തലയ്ക്കുമീതെ വർദ്ധിച്ച ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, നല്ലവണ്ണം പഠിച്ചു, വളരെ അധ്വാനിച്ച് പഠിച്ചു, കഴിവുകൾക്കപ്പുറമായി രാത്രി എന്നില്ല പകലെന്നില്ല പഠിച്ചു. പക്ഷേ പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ പരാജയം. പരീക്ഷാ ഹോളിൽ തന്നെ ദുഃഖം. നല്ല വിദ്യാഭ്യാസം, ഉന്നതമായ വിജയം നേടി, എന്നാൽ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ എത്താൻ കഴിയുന്നില്ല. അനേക തടസ്സങ്ങൾ. എത്ര പരിശ്രമിച്ചിട്ടും ജീവിതം ഒരു സന്തോഷകരമാക്കുവാൻ കഴിയാതെ, ജീവിതം ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരായി, അതേത് വിഷയത്തിലായിക്കോട്ടെ, ശാരീരികമായ വ്യവസ്ഥയിലായിക്കോട്ടെ, എത്ര ശ്രമിച്ചിട്ടും എത്ര ശുശ്രൂഷിച്ചിട്ടും എത്ര പൈസ ചെലവഴിച്ചിട്ടും ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയാത്ത ആരെങ്കിലും ശ്രോതാക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, വാത്സല്യ ശ്രോതാവേ, യേശുവിന്റെയും ശിഷ്യന്മാരുടെയും ഈ സംഭവം തിരുവെഴുത്തിൽ എഴുതി നമുക്ക് തന്നത്, എത്ര നിയന്ത്രിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും ജീവിതം വിജയത്തിലെത്തിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഈ യേശുവിനെ ഒന്ന് ഉണർത്തിയാൽ, ഈ യേശുവിനെ ഒന്ന് വിളിച്ചാൽ, നാഥാ നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഒരുപക്ഷെ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ യേശുവിനെ വിശ്വസിക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ ദൈനംദിന യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം. അതുകൊണ്ടൊരു പ്രതികൂലം വന്നുകൂടായിരുന്നില്ല. ഈ പടകിൽ ശിഷ്യന്മാരോട് യേശു ഉണ്ടായിരുന്നു. യേശു ഉണർന്നിരിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർ അത്രയും ഭയപ്പെടേണ്ടി വരികയില്ല. കാരണം ആ ചുഴലിക്കാറ്റ് തുടങ്ങിയപ്പോൾ തന്നെ യേശു അതിനെ ശാസിച്ചേനെ. എന്നാൽ യേശു സുഖമായി ഉറങ്ങുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിലും ജീവിതത്തിൽ ചുഴലിക്കാറ്റ് വരാം, ജീവിതത്തിൽ തിരമാലകൾ വർദ്ധിക്കാം, ജീവിതത്തിൽ ഭയം വരുമാറ്, ജീവിതത്തിൽ ജീവിതപ്പടകിലേക്ക് തിരമാലകൾ അടിച്ചു കയറിയെന്നിരിക്കാം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ ആ യേശുവിനെ ഒന്ന് ഉണർത്തിയാൽ മതി. യേശുവേ, ഞങ്ങൾ നശിച്ചു പോകുന്നു, ഞങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കുവാൻ കഴിയുന്നില്ല. യേശുവേ, ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. തീർച്ചയായും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു, നിങ്ങളുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ, നിങ്ങൾ യേശുവിനോട് ആവശ്യങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാലവും നശിച്ചു പോകുവാൻ യേശു അനുവദിക്കുകയില്ല. യേശു നിങ്ങളുടെ പ്രശ്നങ്ങൾ മേൽ എഴുന്നേൽക്കും. നിങ്ങൾക്ക് കഴിയാത്തത് യേശു നിങ്ങൾക്ക് വേണ്ടി സാധിപ്പിച്ചു തരും. അതിനായി സർവകൃപാലുവായ ദൈവത്തോട്, കരുണയുള്ള യേശുവിനോട്, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം സന്തോഷകരവും അനുഗ്രഹവുമായി തീരും. ശിഷ്യന്മാർ തണ്ട് വലിച്ച് വലഞ്ഞ് പ്രാണഭയത്തിലായപ്പോൾ യേശു അവരെ ഭയപ്പെടുത്തിയ, അവരുടെ ജീവന് ഭീഷണിയായി നിന്ന ചുഴലിക്കാറ്റിനെ
ശാസിച്ചു, അതിനെ അമർത്തി, തിരമാല ശാന്തമാക്കി. അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചതുപോലെ എന്റെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശുഭ തുറമുഖത്തെത്തിക്കുവാൻ ഈ യേശു മതിയായ ദൈവമാണ്. ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനുണ്ട്. ആത്മഹത്യക്കായി പോയവർ ജീവിതം അവസാനിപ്പിക്കാം, അഭിമാനത്തോടെ ജീവിച്ചതാണ്, ഇനി അഭിമാനമില്ലാതൊരു ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ച എത്രയോ പേർ സന്തോഷത്തോട് ഈ പട്ടണത്തിൽ ജീവിക്കുന്നു. അവരൊക്കെ ജീവിക്കുന്ന സാക്ഷികളാണ്. നിങ്ങൾക്കും ഒരു ജീവിക്കുന്ന സാക്ഷിയായി തീരാം. നിങ്ങൾ എന്തിനു വെറുതെ നിങ്ങളുടെ ജീവിതം പാഴാക്കി കളയുന്നു? എന്തിന് എന്നും ഭയത്തിനടിമയായി ജീവിക്കുന്നു? എന്തിന് നിങ്ങൾ നിരാശപ്പെട്ട് ജീവിതം എന്തിന് എന്ന് ചോദിക്കുന്നു? നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ ജീവിത പടകിനെ ശുഭ തുറമുഖത്ത് ലക്ഷ്യസ്ഥാനത്തെത്തിക്കുവാൻ ഈ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, രക്ഷപ്പെടുവാൻ ഒരു മാർഗവുമില്ലെന്ന് ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ, ഒരു നിമിഷം നമുക്കൊരുമിച്ച് ഈ യേശുവിനോട് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുന്നത്. അത് യേശുവിനൊരു വിഷയമല്ല. നിങ്ങൾ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഫലം അത്ഭുതകരമായിരിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സമർപ്പണത്തോട് നമുക്ക് കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി നമുക്കൊന്നിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിശ്വാസത്തോടുകൂടി കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങളുടെ മേൽ, അതെത്ര ഭയാനകമായതായാലും, അതവരെ പേടിപ്പിക്കുന്ന വിഷയമായതിനാലും, അത് കടഭാരമോ ശാരീരികമായ നിങ്ങളുടെ അസുഖമോ വിദ്യാഭ്യാസപരമോ ജോലിപരമോയോ എന്തും നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ തടഞ്ഞു നിൽക്കുന്ന എന്തു വിഷയമായിരുന്നാലും സർവശക്തനായ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മേൽ നീട്ടി അത്ഭുതകരമായ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ, ബൈബിൾ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായ ഒരത്ഭുതകരമായ അനുഗ്രഹം എന്റെ പ്രേക്ഷകരുടെ മേൽ യേശുവേ അങ്ങ് പകരണമേ. അത്ഭുതകരമായ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടാകട്ടെ. അവരുടെ ജീവിതം ലക്ഷ്യമുള്ളതായി തീരട്ടെ. അവരുടെ ജീവിതം അനുഗ്രഹകരവും സന്തോഷകരവുമായി തീരട്ടെ. എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാതിരുന്ന സകല മണ്ഡലങ്ങളിലും അവർ വിജയിക്കുവാനിടയായി തീരട്ടെ. അതിനായി യേശുവിന്റെ അത്യന്ത ശക്തി അവരുടെ മേൽ പകർന്ന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ യേശുവിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തിന്റെ സൂചകമായി നിങ്ങൾ കരങ്ങളെ ഉയർത്തി ഞങ്ങളോടുകൂടെ പ്രാർത്ഥിച്ചത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവം അത്ഭുതകരമായിരിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ആശ്വാസങ്ങൾ, അത്ഭുതകരമായ മറുപടികൾ, അത്ഭുതകരമായ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ മടിക്കരുത്. ഇമെയിൽ, ടെലിഫോൺ, ലെറ്റർ, ഏത് മാധ്യമത്തിൽ കൂടെയും ഞങ്ങളുമായി ബന്ധപ്പെടാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഒരു പുതിയ ചിന്തയുമായി നമുക്കൊന്നിച്ചു കാണാം. സർവകൃപാലുവായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.